ഇന്ന് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ 75ാം ജന്മദിനം. ഉത്തര ഗുജറാത്തിലെ മെഹ്സാന ജില്ലയിലെ വഡ്നഗർ എന്ന കൊച്ചു ഗ്രാമത്തിൽ ദാമോദർ ദാസ് മൂൽചന്ദ് മോദിയുടെയും ഹീരാബെന്നിന്റെയും 6 മക്കളിൽ മൂന്നാമനായിട്ടായിരുന്നു മോദിയുടെ ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം രാഷ്ട്രസേവനത്തിലേക്ക് സജീവമായ നരേന്ദ്രമോദി പിന്നീട് ഡൽഹി സർവകലാശാലയിൽ നിന്ന് ബിരുദവും ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കി. നരേന്ദ്രമോദി തന്റെ 8ാമത്തെ വയസ്സ് മുതൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ പ്രവർത്തനം സജീവമാക്കി. പ്രചാരകനായി പ്രവർത്തിച്ച നരേന്ദ്രമോദി ഗുജറാത്തിലെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെയും നേതൃസ്ഥാനം വഹിച്ചു. ഭാരതത്തിലെ ഇരുണ്ട കാലഘട്ടമായ അടിയന്തരാവസ്ഥ കാലത്ത് ഒളിവു ജീവിതം നയിച്ച മോദി കേന്ദ്ര സർക്കാരിനെ ഇന്ദിരാ സർക്കാരിനെതിരെ ലഘുലേഖകൾ തയ്യാറാക്കി ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തു. ജയപ്രകാശ് നാരായണ നേതൃത്വം നൽകിയ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിൽ മുന്നണി പോരാളിയായി. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം 1985 ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തനം തുടങ്ങി. 1988 ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗുജറാത്ത് ഘടകത്തിന്റെ സംഘടനാ സെക്രട്ടറിയായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 95 തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ BJP നേടിയ വൻ വിജയത്തിന് പിന്നിൽ നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളായിരുന്നു. 2001 കേശുഭായ് പട്ടേൽ സ്ഥാനമൊഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു. അതിനുശേഷം നടന്ന 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJP നയിച്ചത് മോദിയായിരുന്നു. 3 തെരഞ്ഞെടുപ്പുകളിലും വൻ വിജയം നേടിയ BJP നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ഭരണ നൈപുണ്യത്തിൽ ഗുജറാത്തിനെ വളർച്ചയുടെ പാതയിലേക്ക് കൊണ്ടുവന്നു. കാർഷിക വ്യാവസായിക മേഖലയിൽ അഭൂതപൂർവമായ വളർച്ചയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഗുജറാത്ത് സ്വന്തമാക്കിയത്. 4ാം തവണ 2012 ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയം നേടി അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി ഭാരതത്തിന്റെ 15ാമത്തെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനവും MLA സ്ഥാനവും രാജിവെച്ച് പുതിയ ദൗത്യവും ഏറ്റെടുത്തു. ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞ ഗുജറാത്തിനെ കൈപിടിച്ചുയർത്തി വികസന പാതയിലേക്ക് എത്തിച്ചതിൽ നരേന്ദ്രമോദി എന്ന ഭരണകർത്താവിന്റെ കഴിവും ഊർജവും എടുത്തു പറയേണ്ടതാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയത് നരേന്ദ്രമോദിയെ തന്നെ. ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നും ഒരേ സമയം അദ്ദേഹം വിജയം സ്വന്തമാക്കി. 2014 മെയ് 20 നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഭാരതത്തിന്റെ 15ാമത് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പിന്നീട് ലോകം കണ്ടത് ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയുടെ കഴിവുറ്റ ഭരണമായിരുന്നു. സാമ്പത്തിക രംഗത്തും കാർഷിക രംഗത്തും വ്യവസായ രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഭാരതം ഉജ്ജ്വലമായി മുന്നേറി. ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ലോകത്തെ തന്നെ 3ാം സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നു. ആഭ്യന്തര സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം, നയതന്ത്ര തലത്തിൽ ഗംഭീരമായ ഇടപെടലുകൾ, അങ്ങനെ സർവ്വമേഖലയിലും മോദിയുടെ നേതൃത്വത്തിൽ ഭാരതം കുതിക്കുകയാണ്. ഭാരതപുത്രന് ഈ പിറന്നാൾ ദിനത്തിൽ ജനം TVയുടെ സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ.